ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ പോലും നമുക്ക് കാണത്തില്ല. ഒരു കയറുണ്ട്, ആ കയർ ഇങ്ങനെ നോക്കിയേ പോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കയറി ഇറങ്ങി കാണുമ്പോൾ ഒരു കാല് തെന്നി കഴിഞ്ഞാൽ നമുക്ക് മരണം സംഭവിക്കും. നമുക്ക് ആ സമയത്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. ഭയങ്കരമായിട്ടുള്ള വീടായിട്ടുള്ള ഫീലിംഗ്. അത് ഇപ്പം തന്നെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയല്ല, എനിക്ക് എങ്ങനെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എന്ത് കാര്യമാണെങ്കിലും മൗണ്ടനറിങ് ആണെങ്കിലും എന്താണെങ്കിലും വെൽ പ്ലാൻഡ് ആയിട്ടേ പോകാവൂ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പ്ലാൻ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷെ നമ്മളൊരു സേഫ്റ്റി പ്രിക്കോഷൻ ഇല്ലാതെ ഒരു കാര്യത്തിനും എടുത്തു ചാടിപ്പോകും. പട്ടിയിറച്ചി കഴിച്ചിട്ടുണ്ട്. പിന്നെ പട്ടിയിറച്ചി ഭയങ്കര രുചിയാണ് കേട്ടോ. പട്ടിയിറച്ചി മട്ടനേക്കാളും ഭയങ്കര രുചിയാണ്. പിന്നെ ഒക്ടോപ്പസിന് ഭയങ്കര രുചിയാണ്. ആസ്ട്രേലിയയിൽ നമ്മൾ ഹൈവേ കൂടെ യാത്ര ചെയ്യുമ്പോഴേ ഈ രണ്ട് സൈഡിലും കങ്കാരുക്കൾ ചത്ത് കിടക്കുകയായിരിക്കും. ഈ കങ്കാരു ചാടി വന്നിട്ട് വണ്ടിയുടെ മുന്നിൽ ഇടിക്കും. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് കങ്കാരു ചാടുവാണെങ്കിൽ വണ്ടി നിർത്തരുത്, ഇടിച്ച് കൊന്നേക്കണം എന്ന് പറഞ്ഞാൽ. എക്സ്പെഡീഷൻസ് പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫസ്റ്റ് എയ്ഡും മരുന്നുകളൊക്കെ കരുതും. അപ്പം നമ്മളുടെ ഇതായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധനം മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല. മൗണ്ടനറിങ്ങിൽ ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ. ഇപ്പോൾ എന്താ പറയുക, മറ്റു കോണ്ടിനെൻറ്റ്സ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണല്ലോ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒന്ന് അടിച്ചു പൊളിച്ച് എക്സ്പ്ലോർ ചെയ്യണം, നമ്മുടെ കൾച്ചർ എല്ലാം എക്സ്പ്ലോർ ചെയ്യണം മിനിമം ബഡ്ജറ്റിൽ എന്നുള്ള ഒരാൾക്ക് ഏതൊക്കെ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം, ആ ഒരു കംപ്ലീറ്റ് ചാർട്ട് ഒന്ന് പറഞ്ഞുതരാം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ലോകം തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഇന്ത്യയിൽ കിട്ടാത്തതായിട്ട് ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് മഞ്ഞ്, മഴ, കാട്, കോറൽസ്, ഐലൻഡുകൾ എല്ലാം എവറിത്തിങ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഇന്ത്യയിൽ ഇല്ലാത്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ അറോറ ബൊറാലിസ് മാത്രമേ ഉള്ളൂ, നോർത്തേൺ ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ. അതും ഈ അവസാനം ഏതാണ്ടോ ഈ കൊറോണയുടെ സമയത്ത് ഞാൻ പഞ്ചാബിൽ നിന്നൊക്കെ കണ്ടതൊക്കെ ആൾക്കാർ പറയുന്നത് എനിക്കറിയത്തില്ല. ലൈറ്റ് ഒക്കെ ചെറുതായിട്ട് വന്നെന്ന് പറഞ്ഞു. അത്ര ക്ലിയർ ആയല്ലോ ആ സമയത്ത്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പം ഇന്ത്യ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം കേരളം, നമ്മൾ കേരളത്തിൽ താമസിക്കുന്നതുകൊണ്ട് കേരളത്തിന്റെ ബ്യൂട്ടി നമുക്കറിയത്തില്ല. കേരളം ഭയങ്കര മനോഹരമായ സ്ഥലമാണ്. പക്ഷെ നമ്മൾ നിരന്തരമായിട്ട് കാണുന്ന ഈ ചെടിയും മരമൊക്കെ കാണുമ്പോൾ ഞാനിപ്പം ഇതേപോലെയുള്ള ഹോട്ടലാണ്, ഇതേപോലെ ഹോട്ടലാണ് മെൻഡോസ എന്ന് പറഞ്ഞ അർജന്റീനയിലെ ഹോട്ടൽ. അവിടെയാണ് അക്കൻകാഗുവ എന്ന് പറഞ്ഞ പർവ്വതം കയറാൻ പോകുന്നത്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് വൈൻ യാർഡ്സ് ഒക്കെ ഉണ്ട്, അവിടെ വൈൻ ടൂർസ് ഒക്കെ ഉണ്ട്, നമ്മൾ പോകാൻ പറ്റും. പക്ഷേ നമുക്കൊരു പുതുമയാണ്. കാരണം പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ, ശരിക്കും നമുക്കതാ വേണ്ടത്. നമ്മളിപ്പോൾ കേരളത്തിൽ ഇരിക്കുന്ന ആൾക്കാർ നമ്മൾ ജനിക്കുമ്പോൾ ഇത് കണ്ട് നമുക്കിതിനൊരു താല്പര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകും. എനിക്ക് പറയാനുള്ളത് ആദ്യം കേരളം എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മാക്സിമം സ്ഥലങ്ങൾ കണ്ടു തീർക്കുക, അതിന് പിന്നെ എപ്പോഴെങ്കിലും വരുമല്ലോ, ആ ഡിഫറൻസ് മനസ്സിലാവണമല്ലോ. നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ആദ്യം പ്രിഫർ ചെയ്യാനുള്ള ഒന്ന് രാജസ്ഥാൻ്റെ അത്രയും മനോഹരമായുള്ള സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല. എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംസ്ഥാനം രാജസ്ഥാൻ. ഉദയ്പൂർ, ജയ്പൂർ, ജോധ്പൂർ, ജയ്സാൽമീർ, മനോഹരമായിട്ടുള്ള ടെറൈൻ. നമുക്ക് ഭയങ്കര കോൺട്രാസ്റ്റ് ആണ്. കാരണം അവിടെ ഡെസേർട്ട് ടൈപ്പാണ്. അപ്പോൾ നമുക്ക് പച്ച കണ്ടിട്ട് പോകുന്ന ആൾക്കാർക്ക് ഒരു മനോഹരമായിട്ട് തോന്നും. പിന്നെ അവിടുത്തെ സൂര്യോദയവും സൂര്യാസ്തമയൊക്കെ ഭയങ്കര രസമാണ്. ഡെസേർട്ടിൽ കൂടെയുള്ള യാത്രകൾ രാജസ്ഥാൻ സൂപ്പറാണ്. പിന്നെ നോർത്ത് ഈസ്റ്റാണ്. നോർത്ത് ഈസ്റ്റിൽ മേഘാലയ, മിസോറാം, ത്രിപുര, അരുണാചൽ പ്രദേശ്, അതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ വരുമ്പം സെൻട്രൽ ഇന്ത്യ, മധ്യപ്രദേശ്, UP, അവിടെയൊക്കെ ഞാൻ കൂടുതലും വൈൽഡ് ലൈഫും നമ്മളുടെ എന്താ പറയുക കൾച്ചറുമാണ് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. ഖജറാവോ ക്ഷേത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളതാണ്. അവിടുത്തെ ശില്പങ്ങളൊക്കെ ഭയങ്കര മനോഹരമാണ്, ടെമ്പിൾസും ഒക്കെ. പിന്നെ ഉള്ളതാണ് കശ്മീർ. വൺ ഓഫ് ദ വണ്ടർലാൻഡാണ്. ഏത് സമയത്ത് കശ്മീർ 3-4 പ്രാവശ്യം പോകണം. കാരണം ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൻ്റർ ആണെങ്കിൽ സമ്മറിൽ പോകുമ്പോൾ ഉള്ള ഭംഗി ആയിരിക്കത്തില്ല വിൻ്ററിൽ. ഇതൊന്നും ആയിരിക്കത്തില്ല ഇല വഴിയുമ്പോൾ ഉള്ള സമയം. അപ്പോൾ കശ്മീർ മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. കശ്മീരിൽ തന്നെ ഒരുപാട് KGL എന്ന് പറഞ്ഞിട്ടൊരു ട്രക്കുണ്ട്, കാശ്മീർ ഗ്രേറ്റ് ലേക്സ് ട്രക്സ്. ബ്യൂട്ടിഫുള്ളാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അഗസ്ത്യാർകൂടൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണെങ്കിലും 5-6 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നുള്ളത് സൗത്ത് ഇന്ത്യ വരുവാണെങ്കിൽ കർണാടകയും ഭയങ്കര മീൻസ് ഭയങ്കര കൾച്ചറലി ഭയങ്കര റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ഈ സൗത്ത് ഇന്ത്യ ലാൻഡ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാത്തതുകൊണ്ടാണ്. പിന്നെന്താ പറയുക, പിന്നെ എല്ലാവർക്കും ഒരു അണ്ടർ റേറ്റിംഗ് ആയ സ്ഥലമാണ് വെസ്റ്റ് ബംഗാൾ. ഭയങ്കര, ഞാൻ കേരളത്തിൽ കേട്ടിട്ടില്ല, പക്ഷെ നമ്മുടെ ഒരു കൾച്ചറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് വെസ്റ്റ് ബംഗാൾ. അവിടുത്തെ സുന്ദർബൻസ്, പിന്നെ ഡാർജിലിംഗിലാണ് ഞാൻ മൗണ്ടനറിംഗ് ട്രെയിനിങ്, ഹിമാലയൻ മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചെയ്തത്. പിന്നെ അവിടുത്തെ കൾച്ചർ, ഫുഡൊക്കെ ഭയങ്കര രസമാണ്. വെസ്റ്റ് ബംഗാളിൽ ചേർന്നാണ് ബീഹാർ. ആ ബീഹാറിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആസ് എ കേരളയിട്ട് നമുക്ക് ഭയങ്കരമായിട്ടും കേരളത്തിനോടുള്ള ഒരു സ്നേഹം തോന്നും. അവിടുത്തെ ആൾക്കാരുടെ വൃത്തിയില്ലായ്മയും അവിടുത്തെ ആൾക്കാരുടെ എന്താ പറയുക ഫുഡിൻ്റെ ഒരു കൾച്ചറും
അവിടുത്തെ ആൾക്കാരുടെ രീതികളും ഒക്കെ കാണുമ്പോഴേ നമ്മുടെ സ്വർഗ്ഗമാണെന്ന് നമ്മുടെ കേരളത്തിനോടൊരു സ്വർഗ്ഗമാണ് തോന്നണമെങ്കിൽ സത്യം പറഞ്ഞാൽ യുപിയിലും ബീഹാറിലും ഒക്കെ ഒന്ന് യാത്ര ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോ തന്നെ അവിടുത്തെ നമ്മളെല്ലാത്തിനും കുറ്റം പറയുന്ന ഒരാളല്ലോ ഇവിടുത്തെ ബാത്റൂം അതും ഇതും. അപ്പം ബീഹാറിൽ പോകുമ്പോൾ ബാത്റൂമേ ഇല്ല. പബ്ലിക്കിൽ ഇരുന്നാണ് എല്ലാരും പോകുന്നത്. അവിടെ അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമ്മളും ചിലപ്പോൾ ഏതെങ്കിലും വണ്ടി നിർത്തിയിട്ട് ഏതെങ്കിലും പാടി ഫീൽഡിൽ കണ്ടത്തിലോട്ട് കയറിയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ ഭയങ്കര സംസ്ഥാനമാണ് കേരളം. പിന്നെ ഇപ്പം എല്ലാം കൊണ്ടും എനിക്ക് കേരളം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പോകേണ്ട സ്ഥലമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര ബേസിക്കലി എനിക്ക് എടുത്ത് പറയാൻ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും ഡിഫറെന്റ് ആണ്. എല്ലാ മലകളും ഡിഫറെന്റ് ആണെന്ന് പറയുന്ന പോലെ എവറി സ്റ്റേറ്റ് ഡിഫറെന്റ് ആണ്. എവറി സ്റ്റേറ്റ് മാത്രമല്ല അവിടുത്തെ ആൾക്കാരും ഫുഡും കൾച്ചറും ലാംഗ്വേജും എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 2-3-4 വർഷം ഇന്ത്യ തന്നെ യാത്ര ചെയ്യണം. ഓക്കെ, ഇത്രയും സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും വിയേർഡായിട്ട് തോന്നിയ കൾച്ചർ എന്തെങ്കിലും ഉണ്ടോ? ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ നെറ്റ് ചുളിക്കുന്ന രീതിയിലുള്ള വിയേർഡായിട്ടുള്ള കൾച്ചർ? ഞാനിപ്പം അങ്ങനെ വീടായിട്ട് ഫുഡൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമുക്ക് വിയേർഡായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്താണ്? നമുക്ക് വീടായിട്ട് തോന്നുമ്പം ഞാൻ ചിന്തിക്കുന്ന വേറെ രീതിയിലാണ്. കാരണം നമ്മൾ ആ കൾച്ചർ എന്തുകൊണ്ടാണ് അവിടെ വന്നതെന്ന് ഞാൻ ആലോചിക്കും. അതിന് ചിലപ്പോൾ ഒരു എന്താ പറയാ ആ കൾച്ചർ അവിടെ വന്നതിനൊരു കാരണം കാണും. നമ്മളുടെ നാട്ടിലെ തെയ്യം പലർക്കും കാണുമ്പോൾ ഇത് എന്തൊരു സാധനമാണെന്ന് തോന്നും. തെയ്യം വന്നതിനൊരു സ്റ്റോറി ഉണ്ട്. തെയ്യത്തിന് അതുപോലെ എല്ലാ രാജ്യത്തിലെയും ആഘോഷങ്ങളും ഫുഡും ആൾക്കാരും എല്ലാവരും വന്നതിന് കൾച്ചറിനൊക്കെ ഒരു കഥ കാണും. ആ കഥ അന്വേഷിച്ചായിരിക്കും ഞാൻ പോകുന്നത്. എനിക്കിപ്പോൾ അത് വിയേർഡായിട്ട് തോന്നത്തില്ല. അപ്പോൾ ആദ്യമൊക്കെ കാണുമ്പോൾ എനിക്ക് ഈ ആൾക്കാരുടെ എന്താ പറയുക രീതികള്, സംസാരങ്ങള്, പിന്നെ ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര വിയേർഡായിട്ട് തോന്നാറുണ്ടായിരുന്നു. ചില രാജ്യത്ത് പോകുമ്പോഴുള്ള ഫുഡ്. പിന്നെ അവസാനം എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ്. അവർ കാലങ്ങളായിട്ട് നമ്മള് ഈ പറയുന്ന ലോകത്തിന്റെ ഒരു ചെറിയ കോണിലുള്ള ആളല്ലേ. നമ്മൾ ഈ നാട്ടിൽ ഈ ട്രോപ്പിക്കൽ ഏരിയയിൽ ജനിച്ചത് കൊണ്ടായിരിക്കാം. ഏറ്റവും വിയേർഡ് ഫുഡ് കഴിച്ചത് ഏതാ? ഏറ്റവും വിയേർഡ് ഫുഡ് കഴിച്ചത് ഞാൻ കേരളമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പട്ടിയിറച്ചി കഴിച്ചിട്ടുണ്ട്. പിന്നെ പട്ടിയിറച്ചി ഭയങ്കര രുചിയാണ് കേട്ടോ. പട്ടിയിറച്ചി മട്ടനേക്കാളും ഭയങ്കര രുചിയാണ്. പിന്നെ ഒക്ടോപ്പസിന് ഭയങ്കര രുചിയാണ്. പിന്നെ സ്ക്വിഡിന്റെ ഒരു വലിയ വേർഷനാണ്. പക്ഷെ ഒക്ടോപ്പസ് ഫ്രൈ ഭയങ്കര രുചിയാണ്. ചില്ലിന്നാണ് ഞാൻ കഴിച്ചത്. പിന്നെ കുറച്ച് ആനിമൽസ്, ഏതൊക്കെയോ ആനിമൽസിന് ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോൾ അതൊന്നും അവർക്ക് ബുദ്ധിമുട്ട്. അവര് പാമ്പിനെ കഴിച്ചിട്ടുണ്ട്. പിന്നെ കങ്കാരുവിന്റെ ഇറച്ചി കഴിച്ചിട്ടുണ്ട് ആസ്ട്രേലിയ പോയപ്പോൾ. നമ്മൾ വിചാരിക്കും ഓസ്ട്രേലിയയിൽ കങ്കാരു എന്ന് പറയുന്നത്, ആസ്ട്രേലിയയിൽ നമ്മൾ ഹൈവേ കൂടെ യാത്ര ചെയ്യുമ്പോഴേ ഈ 2 സൈഡിലും കങ്കാരുക്കൾ ചത്ത് കിടക്കുമായിരിക്കും. ഈ കങ്കാരു ചാടി വന്നിട്ട് വണ്ടിയുടെ മുന്നിൽ ഇടിക്കും. അപ്പം അവർ പറഞ്ഞിരിക്കുന്നത് കങ്കാരു ചാടുവാണെങ്കിൽ വണ്ടി നിർത്തരുത്, ഇടിച്ച് കൊന്നേക്കണം എന്ന് പറയാം. വണ്ടി 100-200 പോകുന്നത്. ഇവനെ ചാടുമ്പോൾ ചവിട്ടിയാൽ ഇതെല്ലാം കൂടെ ഇടിക്കും, മറിഞ്ഞു വീഴും. അതുകൊണ്ട് ആ വലിയ ഹൈവേയിലൂടെ പോകുമ്പോൾ കങ്കാരുക്കൾ നിറയെ മരിച്ചു കിടക്കുന്നതായിട്ട് കാണും. പിന്നെ ചില ഏരിയയിൽ കങ്കാരു പെറ്റ് പെരുകും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇവരവിടെ വെടിവെക്കാനുള്ള അനുവാദം കൊടുക്കും. നമ്മുടെ ഈ പന്നികളൊക്കെ വെടിവെക്കാനുള്ള അനുവാദം പോലെ. എന്നിട്ട് അവർക്കത് വിൽക്കാം. അപ്പോൾ ഓസ്ട്രേലിയയിലെ ഷോപ്പിൽ ഞങ്ങൾ പോയപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഗോപിയൊക്കെ ആയിട്ട് ചേർന്നിട്ട് ഞങ്ങൾ കങ്കാരു മീറ്റ് കുക്ക് ചെയ്ത് കഴിച്ചായിരുന്നു. അത് രുചിയായിട്ട് തോന്നിയില്ല, പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിന്റെ രുചി എങ്ങനെ ഇരിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ഇത്രയും ലോകരാജ്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഇപ്പോഴും നമ്മുടെ ഫിഷ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മത്തി ആയാലും അതിന്റെ രുചി വേറെ ഒന്നിനും ഇതുവരെ എനിക്ക് കിട്ടിയില്ല. പിന്നെ മട്ടന്റെ രുചിയും വേറെ ഒരു ഭക്ഷണത്തിലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പറയാം കൊക്ക്, കാട്ടിലെ ജീവികളൊക്കെ തിന്നാന്ന് പറയാം. അതിനെ പിടിച്ച് കൊല്ലുന്നതല്ലാതെ ഈ വലിയ രുചിയൊന്നും അതിന് കാണത്തില്ല. ശരി, കേരളം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മസ്റ്റ് വിസിറ്റ് ഏതെങ്കിലും ഒരു സ്ഥലം പറയാമോ? കേരളത്തിലെ മസ്റ്റ് വിസിറ്റ് ഞാൻ കൂടുതലും വൈൽഡ് ലൈഫാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ യാത്ര ചെയ്യാറുള്ളത്. കേരളത്തിൽ എനിക്ക് പറമ്പിക്കുളം നാഷണൽ പാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട പ്ലേസാണ്. വൈൽഡ് ലൈഫിനെ നല്ലപോലെ കാണാം. പിന്നെ ഏതാണ്? പിന്നെ വയനാട്. പിന്നെ ഓഫ് കോഴ്സ് എനിക്ക് വയനാട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മൂന്നാറൊക്കെ പണ്ട് ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ടേ നമുക്കൊരു ട്രാങ്കുലിറ്റി ഒന്നും കിട്ടത്തില്ല. പിന്നെയും മൂന്നാറിന്റെ മുകളിലോട്ട് വട്ടവട ഏരിയയിലൊക്കെ നല്ലൊരു സമാധാനം. ഇപ്പൊ സമാധാനം വേണമെന്നുള്ളതാണ് ആഗ്രഹം. നമ്മുടെ ടോവിനോ പറഞ്ഞിട്ടുള്ളത് എവിടെ പോയി കഴിഞ്ഞാലും സമാധാനമാണല്ലോ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇപ്പൊ കൂടുതലും റഷുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ പോകാറില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ പോയി താമസിക്കാറില്ല. അവിടുന്ന് കുറച്ചുകൂടെ പ്ലേസസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും ഇതുപോലെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആ ഒരു ഇതിൽ പോകുന്ന ഭയങ്കര തിരക്കും ബഹളം ആകുമ്പോഴത്തേനും ആ ഒരു മൂഡ് അങ്ങ് മിസ്സാവുമല്ലേ? അതൊന്ന് തിരക്ക് ഭയങ്കര കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റീലിന്റെ കൾച്ചർ വന്നോണ്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ച് ഏതെങ്കിലും സമയത്ത് നടന്നതായിരിക്കും കാണിക്കുന്നത്. ചിലപ്പോൾ അത് 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ ആ റീൽ കാണുന്നത്, നിങ്ങൾ അത് അന്വേഷിച്ചപ്പോൾ ചിലപ്പോൾ അവിടെ കാണത്തേ ഇല്ല.
നിങ്ങൾക്ക് ആ ഒരു സന്തോഷം കിട്ടത്തില്ല. പിന്നെ പലരും സോളോ പോകാറുണ്ട്, അതായിരിക്കും ചിലർക്ക് ഇഷ്ടം. പക്ഷെ എനിക്ക് എപ്പോഴും ഗ്രൂപ്പായിട്ട് പോകുന്നതാണ് ഇഷ്ടം. എൻ്റെ ഒരു ഫ്രണ്ട്സ് അല്ലെ അറിയുന്നവരായിട്ട് പോകുമ്പോൾ തമ്മിൽ വൈബ്. ശരിക്കും നമ്മളിപ്പം ഓരോ സ്ഥലം സന്ദർശിക്കുമ്പോഴേ നമ്മൾ ഏത് തരം ആൾക്കാരോട് പോകുന്നു എന്നനുസരിച്ചിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ആ സ്ഥലത്തിന്റെ ഭംഗി. ചില സ്ഥലം നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയിട്ട് കാരണം ആ യാത്രയിലുള്ള നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ബോറിംഗ് ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് യാത്ര എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ കൂട്ടുകാരൊക്കെ വിളിക്കും. അപ്പൊ അവരെല്ലാം ഗൾഫിലാണെങ്കിലും ആരെങ്കിലും ഒക്കെ വരും, അവരെ കൊണ്ടായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ ട്രക്കിംഗ് ആണ്, ഏതെങ്കിലും ഗ്രൂപ്പ് കാണും, അവരായിട്ട് മിങ്കിൾ ചെയ്യും. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ലൈഫ് ഷെയർ ചെയ്യാൻ പറ്റും, ആൾക്കാരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യാൻ പറ്റും. ശരിക്കും അതല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ ആൾക്കാരെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് എനിക്ക് ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ. ഒറ്റയ്ക്കുള്ള യാത്ര എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യമായിട്ട് അറോറ ബോറിയാലിസ് കണ്ടപ്പോൾ ഉള്ളൊരു ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഫിൻലാൻഡിലേക്ക് ഇപ്പോൾ ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്, മീൻസ് ഒരു എക്സ്പെഡീഷൻ. ഫിൻലാൻഡ് നമ്മൾ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ 2027 ജനുവരിയിലോ അല്ലെ 26 അവസാനമോ ടീമായിട്ട് പോകാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. രണ്ട് രീതിയിൽ കാണാം. ഇപ്പം റഷ്യയിൽ പോയി, റഷ്യയിൽ മർമസ്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നോർത്തേൺ റഷ്യയിൽ. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറോറ ബൊറാലിസ് കാണാം. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലാറ്റിറ്റ്യൂഡ് വൈസ് ഒരുപാട് അങ്ങോട്ട് അകത്തോട്ട് പോകുന്നില്ല, കുറച്ച് പുറയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറോറ ദൂരെയായിട്ട് കാണത്തുള്ളൂ, നിങ്ങളുടെ തലയുടെ മുകളിൽ കാണത്തില്ല. പക്ഷേ ഫിൻലാൻഡ്, ഐസ്ലാൻഡ് ആ സ്ഥലത്ത് പോകണമെങ്കിൽ നിങ്ങളുടെ മുകളിൽ ഈ സാധനം വരും. അതാണ് സത്യം പറഞ്ഞാൽ ഭംഗി എന്നുള്ളത്. അറോറ കാണാൻ ആഗ്രഹമുള്ളവർ സ്കാൻഡിനേവിയൻ കൺട്രീസിലേക്ക് പോവുക, റഷ്യയിൽ പോകാതെ. എന്തായാലും 2026 സമയത്ത് പോകണമെന്ന് വിചാരിക്കും. എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ പോയേ പറ്റുന്ന പറഞ്ഞ സ്ഥലങ്ങളൊന്നുമില്ല. എനിക്ക് നമുക്ക് പ്ലാൻ ചെയ്യും എക്സ്പെഡീഷൻസ് ആയിട്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ സമയത്ത് ഒറോറയിൽ പോകുന്ന സമയത്ത് അവിടെ ഡോഗ് സ്ലെഡ്ജിങ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ മഞ്ഞ് കുഴിയിൽ ഇറങ്ങി കുളിക്കാൻ പറ്റും. അതൊക്കെയാണ് ശരിക്കും അവിടുത്തെ എനിക്ക് ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നത്. കാരണം ചിലപ്പോൾ അറോറ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ 3 ദിവസം ഒരു പന്ന കാലാവസ്ഥയിൽ അറോറ കാണാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, എസ്കിമോസ് ഉണ്ട്, അവരുടെ ലൈഫ് ഉണ്ട്, അത് നമുക്ക് കാണാം. അവരുടെ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും. അതൊക്കെ ശരിക്കും നല്ലൊരു. പിന്നെ ഒരു ഐസ് ബ്രേക്കിംഗ് ഷിപ്പ് ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് ഐസ് ബ്രേക്കിംഗ് ഷിപ്പ് വെച്ച് ഐസ് കട്ടി അകത്ത് പോകാൻ പറ്റും. അതൊക്കെ നല്ല എക്സ്പീരിയൻസുകളായിരിക്കും. ഓക്കെ. ഇപ്പം ഒരു യാത്രയ്ക്ക് പോകണമെങ്കിൽ ഒരു സാധനം പറയണം, അതില്ലാതെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനേ പറ്റില്ല, കൂടെ കൊണ്ടുപോകേണ്ട ബാഗിലൊക്കെ എന്തായിരിക്കും? നമ്മുടെ ഫിസിക്കലായിട്ട് കൊണ്ടുപോകേണ്ട സാധനമാണോ? അതെ, കൊണ്ടുപോകേണ്ട സാധനം ഫിസിക്കൽ. അത്രയ്ക്ക് അങ്ങനെ ഒരു സാധനം എന്താ പറയാ, ഫസ്റ്റ് എയ്ഡ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എക്സ്പെഡീഷൻസ് പോവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫസ്റ്റ് എയ്ഡും മരുന്നുകളൊക്കെ കരുതും. നമ്മളുടെ ഇതായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധനം മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല. മൗണ്ടനറിംഗിൽ ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ എന്തൊക്കെയാണ് കരുതേണ്ടത്? മെയിൻ ആയിട്ട് ഞങ്ങൾ കരുതുന്നത് ഹൈഡ്രേഷൻ ഉള്ള സാധനങ്ങൾ, 2 സ്ലീപ്പിംഗ് ബാഗ്. സ്ലീപ്പിംഗ് ബാഗ് മസ്റ്റ് ആണ്. കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ 2-3 ദിവസമാണെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിൽ സ്ലീപ്പിംഗ് ബാഗ് വേണം. മഞ്ഞാണല്ലോ, അത് 2. പിന്നെ നമ്മുടെ ലെയേഴ്സ്, നമുക്ക് 3-4 ലെയറുകൾ കാണും. ഇത്രയും സാധനങ്ങൾ എന്തായാലും നമ്മുടെ കയ്യിൽ കാണും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ കൈ കരുതുന്നത്. ബാക്കിയൊക്കെ ഇപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലും, മീൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലും നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്ലൂയിഡ്, ഇച്ചിരി ഫുഡ്, പിന്നെ സ്ലീപ്പിംഗ് ബാഗ്, രാത്രി കിടന്നുറങ്ങാൻ, പിന്നെ നമുക്ക് ലേയേഴ്സ്. ഭക്ഷണമൊക്കെ തീർന്നിട്ടില്ലാതെ കുറേ ദിവസമൊക്കെ ഭക്ഷണം തീരുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ റേഷൻ ചെയ്യും. നമ്മൾ ഭക്ഷണത്തെ കട്ട് ചെയ്യും. നമ്മൾ കയ്യിലുള്ളത് ഒരു സാധനം കാണുമല്ലോ, അങ്ങനെ അൾട്ടിമേറ്റ്ലി തീർന്നു പോയിട്ടില്ല. അങ്ങനെ പിന്നെ നിങ്ങളുടെ മുന്നേ സംസാരിക്കത്തില്ല. നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യും. നമുക്ക് എത്ര വേണം സർവൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഒരു മൈൻഡിന്റെ ഇതാ. നമ്മൾ കുറച്ചേ ഉള്ളൂ ഭക്ഷണം എന്നുള്ള രീതിയിൽ നമുക്ക് അത് മാത്രം കഴിച്ചാൽ മതിയായിരിക്കും. അപ്പൊ നമ്മുടെ ബോഡിക്കകത്തുള്ള ഈ പറഞ്ഞ ഫാറ്റുകളൊക്കെ ബോഡി യൂസ് ചെയ്തോളും. യാത്ര പോയതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒക്കെ
എന്തെങ്കിലും ത്രെറ്റുകൾ നേരിട്ടിട്ടുണ്ടോ അവിടുത്തെ ആൾക്കാരുടെ കയ്യിൽ നിന്നോ, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ, അതൊക്കെ എങ്ങനെ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഈ പറയുന്ന പോകുന്ന സ്ഥലങ്ങളിലൊന്നും ആൾക്കാർ താമസിക്കുന്നില്ല. ഈ മിക്കവാറുള്ള സ്ഥലങ്ങളിലൊക്കെ ഫോറസ്റ്റിനകത്തോ, അല്ലെങ്കിൽ ഫോറസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ കൂടെ വരുന്ന ആൾക്കാരുകൾ തമ്മിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ പറയും നല്ല ടീമൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ നോർത്ത് അമേരിക്കയിൽ പോയപ്പോൾ ഞങ്ങൾ 4 പേരാ പോയത്, ഞാനും 3 അമേരിക്കൻകാരും. അപ്പം തമ്മിലുള്ള ഒരു വഴക്കിന്റെ പ്രശ്നത്തിൽ ഞങ്ങൾ 2 ടീമായിട്ട് സ്പ്ലിറ്റ് ആയി. അപ്പൊ അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് പോയി, ഞങ്ങൾ രണ്ടുപേരും വേറെ ആയി. യാത്ര പോകുന്ന എല്ലാം ഉണ്ടായത് കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഈ ഐസിലൂടെ നടക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ സാധാരണ ക്രാംബോൺ എന്ന് പറഞ്ഞ സാധനം ഇടുന്നത്. അപ്പൊ ആ ഒരു മലയിൽ ഉപയോഗിക്കേണ്ട സ്നോ ഷൂ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് കുറച്ചും കൂടെ ഈ സോഫ്റ്റ് ഐസിന്റെ മണ്ടയിൽ കൂടെ നടക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. നമുക്ക് കുറച്ചും കൂടെ വീതിയുണ്ട്, കുറച്ചും കൂടെ മേളിൽ കൂടെ നടക്കാൻ പറ്റും. അപ്പൊ നമ്മളത് ഇന്ത്യയിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാനും എൻ്റെ ഫ്രണ്ട് ഫസ്റ്റ് ടൈം അത് യൂസ് ചെയ്യുന്നത്, മറ്റേ 2 യൂസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്യാതെ നമുക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിൽ ഉരുണ്ട് വീഴുകയും നമ്മൾ അതിൽ അത്ര എക്സ്പേർട്ട് അല്ലായിരുന്നു. അപ്പൊ അവർക്ക് 4 പേര് പോകുമ്പോൾ ഒറ്റ റോപ്പിലാണ് കണക്ട് ചെയ്ത് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരുമിച്ച് നടക്കണം. 2 പേരുടെ സ്പീഡ് കുറയുകയാണെങ്കിൽ മറ്റവർക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ അവർക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ ടീമൊക്കെ സ്പ്ലിറ്റ് ആയി. അപ്പം സാറ്റലൈറ്റ് ഫോണൊക്കെ അവരില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഒന്നും ഇല്ലാതായി. 2023 കാര്യമാണ്. പിന്നെ ഞങ്ങളുടെ വേറെ കുറച്ച് ഡിവൈസുകൾ ഉണ്ടായിരുന്നു. ഐഫോണൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇത് വിടാൻ വേണ്ടി, ഡിസ്ട്രസ് സിഗ്നൽ വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്യാവശ്യത്തിന് വിടാനുള്ള സാധനമൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ പേരിൽ തെറ്റി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ ടീം സ്പ്ലിറ്റ് ആയിട്ട് പോയി. പിന്നെ അങ്ങനത്തെ അക്കൻകാഗോയിൽ പോയപ്പോൾ അതുപോലെ ബുദ്ധിമുട്ടുണ്ടായി. വന്ന ടീം മെമ്പേഴ്സ് എല്ലാവരും ഒരേ സ്വരത്തിൽ, എല്ലാവരും ഒരേ രീതിയിലല്ലെങ്കിലേ ആ ടീമിനകത്ത് വലിയൊരു അസ്വാരസ്യം ഉണ്ടാവും. പിന്നെ തമ്മിൽ ഒരാളുടെ സൈഡ് പിടിച്ചൊക്കെ പറയും. അങ്ങനത്തെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ അതിപ്പോൾ മൗണ്ടനിൽ വിഷമം കാണിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു മിഷന് വേണ്ടി വന്നതല്ലേ, ആ പ്രശ്നങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്തോളും. നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പോവാന്നുള്ളത്. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊരു ഫാക്ടർ ഇല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പറ്റത്തില്ല. അപ്പം പറ്റുന്ന ആൾക്കാർ ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഒരുമിച്ച് പോകും, പറ്റാത്ത ആൾക്കാർ തിരിച്ചിറങ്ങും. എന്തായാലും ഗൈഡ് കാണുമല്ലോ. ഞാൻ പറഞ്ഞ പോലെ മിക്കവാറും മൗണ്ടൻസ് എല്ലാം നമ്മൾ ഗൈഡിനെ ഹയർ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഗൈഡ് പറയും അവസാനം ഇങ്ങനെ ചെയ്യണമെന്ന് പറയും. അപ്പോൾ അവർ ചെയ്തേ പറ്റുന്നു. വഴക്കൊക്കെ കഴിയുമ്പോൾ നമ്മുടെ എനർജി തന്നെ ലോ ആവും, നമ്മൾ നെഗറ്റീവിലേക്ക് വരും. മാക്സിമം ഞാൻ അതിനകത്ത് തല വെക്കാറില്ല. അത് എനിക്ക് അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ട് ക്ലൈംബ് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? എവറസ്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വയ്യാതിരിക്കുന്ന സമയത്ത്, രണ്ടാമത് കയറിയ സമയത്ത്, പുള്ളിക്കാരൻ പോയ സമയത്ത്, പിന്നെ ചില സമയത്ത് പുള്ളിക്കാരൻ കാണാനേ പറ്റത്തില്ല. കാരണം നമുക്ക് വിസിബിലിറ്റി പോകും, നമുക്ക് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ വരും. നേരത്തെ പറഞ്ഞ മരണഭയം വന്നിട്ടേ ഇല്ല? എനിക്ക് വന്നിട്ടേ ഇല്ല. കാരണം അങ്ങനെ ഭയം വന്നാൽ തീർന്നു. കാരണം കാടല്ല ഇത്, മറ്റേ ഐസിന്റെ വലിയൊരു ലോകമാണ്. ഐസ് മാത്രമേ ഉള്ളൂ, വലിയ ഐസ് കട്ടകൾ. നമ്മുടെ KSRTC ബസ്സിന്റെ വലിപ്പത്തിലുള്ള ഐസ് കട്ടകൾ കിടക്കുക. അതിന് മേളിൽ കൂടെ ഇറങ്ങി പോകണം. കുംഭു ഐസ് ഫോൾ എന്നാണ് അതിന്റെ പേര്. അവിടെ ഞാൻ വയ്യാതെ തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് എൻ്റെ ഷെർപ്പെ കാണാനേ ഇല്ല. കാരണം ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ പോലും നമുക്ക് കാണത്തില്ല. ഒരു കയറുണ്ടാവും, കയർ ഇങ്ങനെ നോക്കിയേ പോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കയറി ഇറങ്ങി കാണുമ്പോൾ ഒരു കാല് തെന്നിക്കഴിഞ്ഞാൽ നമുക്ക് മരണം സംഭവിക്കും. നമുക്ക് ആ സമയത്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. ഭയങ്കരമായിട്ടുള്ള വീടായിട്ടുള്ള ഫീലിംഗ്. അത് ഇപ്പം തന്നെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയല്ല, എനിക്ക് എങ്ങനെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമുക്ക് നടന്നെത്താനുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിരിക്കും. പലയിടത്തും അങ്ങനെയാണല്ലോ. എന്ത് മുന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിബന്ധങ്ങളാണെന്ന് അറിയാം. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ നമുക്ക് എത്താനുള്ള സ്ഥലം എത്ര ദൂരെയാണ് നമുക്ക് ഇന്നടത്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലുള്ള ഒരാളെ കാണാൻ പറ്റത്തില്ല. നമ്മൾ എങ്ങനെ നടക്കും? ഇപ്പം ബസ്സിനകത്തൊക്കെ നമ്മൾ കുട്ടിക്കാനത്തൂടെ കോടമഞ്ഞിനകത്ത് പോകത്തില്ലേ, ആ അവസ്ഥയാണ്. അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. നമുക്കറിയാം നടന്നു കഴിഞ്ഞാൽ 8 മണിക്കൂർ നടന്ന ഒരിടത്ത് എത്തുമെന്ന് അറിയാം. അങ്ങ് നടക്കുക. വീട്ടിലൊക്കെ എങ്ങനെ ഇത്രയും റിസ്കി ആയിട്ടൊക്കെ പോകുമ്പോൾ പേടി വരാറുണ്ട്? എല്ലാവർക്കും പേടി വരുമല്ലോ. കാരണം ആ റിസ്കിനെ അതിജീവിക്കുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. എനിക്ക് ഒരു ത്രില്ല് കിട്ടുന്നത് അവിടെയാണ്. അപ്പം റിസ്ക് ഇല്ലാത്ത യാത്രകളൊന്നും എനിക്കൊരു ത്രില്ലേ തരാറില്ല. ജസ്റ്റ് ഒരു യാത്രകളായിട്ട് തോന്നാറുള്ളൂ. എക്സ്പെഡീഷൻ ടൈപ്പാണ് മെയിനായിട്ടും ചെയ്യുന്നത്. വീട്ടുകാരോട് ഞാൻ അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ഭീകരതയൊന്നും പറയാറില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അറിയാം, കേൾക്കത്തില്ലെന്നും അറിയാം. ഞാൻ അങ്ങനെ ഒരു ഇമേജ് വീട്ടിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വീട്ടുകാരങ്ങനെ പ്രശ്നമൊന്നുമില്ല. വൈഫുണ്ട്, ഒരു മോളുണ്ട്, അച്ഛനും അമ്മയും ഉണ്ട്. ആർക്കറിയാം, പറഞ്ഞാലും പോവും, പറഞ്ഞില്ലേലും പോവും. എന്നാ പിന്നെ മിണ്ടാതിരിക്കുക തന്നെ എന്നുള്ള രീതിയിൽ. ഇനിയിപ്പം അടുത്ത സഹാറ ഡെസേർട്ടിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അവിടെ വിഷപ്പാമ്പുകളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ യാത്രയെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യമല്ലേ? റിസ്ക് അല്ലേ ലൈഫ് തന്നെ? നമ്മൾ ഈ മഞ്ഞുമലയിൽ നമ്മളെ ഭീതിപ്പെടുത്തുന്ന സാധനം കൊടുങ്കാറ്റും തണുപ്പും ഒക്കെയാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സഹാറയിൽ. ചൂടും എന്താ പറയുക, പൊടിക്കാറ്റും ഒക്കെയാണ് അവിടുത്തെ ഡേഞ്ചർ. നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ താമസിക്കേണ്ടതായിട്ട് വരും. അപ്പം എന്നെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന സാധനങ്ങളാണ് അവിടുത്തെ ഡെസേർട്ട് വൈപ്പേഴ്സ് ഉണ്ട്, ഡെസേർട്ടിലുള്ള പാമ്പുകളുണ്ട്.
അത് പല സിനിമയിലും കണ്ടിട്ടുണ്ട്, പല ഡോക്യുമെന്ററികളും ഞാൻ കണ്ടിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് താർ ഡെസേർട്ടിൽ, നമ്മുടെ താർ മരുഭൂമിയിൽ. പക്ഷേ ഈ സഹാറ മരുഭൂമിയിൽ ഒരുപാട് ഇതുണ്ട്. അപ്പം അത് ഭയങ്കരമായിട്ടും എന്നെ കൺസേൺ ചെയ്ത് എന്നെ എനിക്കൊരു പേടി തോന്നിപ്പിക്കുന്ന ഒരു സാധനമാണ്. കാരണം പണ്ട് മുതലേ പാമ്പുകൾ എനിക്ക് പേടിയാണ്. ഞാൻ ഈ മരണഭയമൊന്നും ഇല്ലെന്ന് പറയുമ്പോഴും പാമ്പുകൾ എനിക്ക് പണ്ട് മുതലേ, കാരണം എനിക്ക് അതിനെ തൊടാനോ പിടിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. പാമ്പിനെ പണ്ട് നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ തല്ലിക്കൊല്ലുക ചെയ്യാറുള്ളത്. പിന്നെ മനസ്സിലായി പാമ്പിനെ കൊല്ലരുന്നുള്ള കാര്യത്തിൽ. അപ്പം അതിനെ എങ്ങനെ ഓവർകം ചെയ്യുമെന്നുള്ളതാണ് കാര്യം. കാരണം ടെന്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഇത് ടെന്റ് പൊട്ടിച്ച് ചിലപ്പോൾ അകത്ത് കയറാം. ടെന്റ് അത്ര പവറുള്ള അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പുറത്ത് യൂറിൻ പാസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഇത് ഉപദ്രവിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബൂട്ടുകളൊക്കെ ഉണ്ട്. പാമ്പ് ഒരു കാലിൻ്റെ ഇവിടെ വരെ ഇടാൻ പറ്റിയ വലിയ ബൂട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാമ്പുകളും നമുക്കൊരു ഒബ്സ്റ്റക്കിൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു ബൂട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ, ബൂട്ടിന് അത്യാവശ്യം നമുക്കിപ്പോൾ നടക്കുകയാണെങ്കിലേ ചെറിയ രീതിയിലൊക്കെ ചെറിയ കൊത്തുവേണേൽ നമുക്ക് ഏക്കത്തില്ല. കാരണം മുകളിലോട്ടാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്കൊരു പ്രൊട്ടക്ഷൻ, ശരീരം മുഴുവൻ ബൂട്ടിട്ട് നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ എടുക്കാതെ ഉള്ളൂ. പിന്നെ വൈപ്പേഴ്സ് ആണ്, അവർ കടിച്ചു കഴിഞ്ഞാൽ ന്യൂറോടോക്സിക് വനമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് കൂടുതൽ നമ്മൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡെസേർട്ടിൽ കാല് കുത്താനേ പറ്റത്തില്ല. കൂടുതൽ നെഗറ്റീവ് ചിന്തിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ല, നമുക്ക് എ തൊട്ട് ഇസഡ് വരെ അല്ലെങ്കിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ജീവിതത്തിൽ. നമുക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാം. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഒരു പർട്ടിക്കുലർ തീരുമാനം മാത്രം എടുക്കുന്നത്? ഇപ്പൊ റബേക്ക ജേർണലിസ്റ്റ് ആണോ? ആങ്കറാണ്. എന്തുകൊണ്ടാണ് ആങ്കർ പ്രൊഫഷൻ തീരുമാനിച്ചത്? എന്തുകൊണ്ടായിരിക്കാം? എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഒരു സ്ട്രെസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. എന്റെ കണ്ടുപിടുത്തം അതല്ല, അത് റബേക്കയെ തേടി വന്നതാണ്. കാരണം നമുക്ക് ആ തീരുമാനം നമ്മൾ എടുത്താണ് നമ്മൾ വിശ്വസിക്കും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ആ തീരുമാനം എടുക്കാനുള്ള സമയം ആകുമ്പോഴാണ് നമ്മൾ ആ തീരുമാനം എടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഈ സ്വപ്നങ്ങളാണെങ്കിലും എല്ലാം നമുക്കൊരു ഇൻറ്റ്യൂഷനാണ്. നിനക്കത് ചെയ്യാനായി. ഇപ്പൊ ഞാനിപ്പോ സഹാറ മരുഭൂമിയിലെ യാത്രയെ കുറിച്ച് പറയാം, നിരന്തരം ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ തന്നെ എന്റെ മനസ്സിലോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യു ഹാവ് ടു ഗോ, യു ഹാവ് ടു ഗോ, യു ഹാവ് ടു ഗോ. അത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇപ്പോഴും അതിന്റെ ഫണ്ടിങ് റെഡി ആയിട്ടില്ല, പ്രോപ്പർ പാത്തെല്ലാം ഞാൻ മാപ്പ് ചെയ്ത് കഴിഞ്ഞില്ല. പക്ഷേ ഫെബ്രുവരി പോകുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഞാൻ എവറി ഡേ ഞാൻ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ ഇന്റർവ്യൂവിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ബേസിക്കലി ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. നിരന്തരമായി നമ്മുടെ മൈൻഡിനോട്, മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം, നിരന്തരമായി മൈൻഡിനോട് നമ്മൾ ആഗ്രഹമുള്ള കാര്യം പറയുക. അപ്പോൾ മൈൻഡ് തന്നെ അതിനൊരു ഉത്തരം കണ്ടുപിടിച്ച് തരും, ഇല്ല അതിനുള്ള സംവിധാനങ്ങൾ ചേർത്ത് തരും. അത് യൂസ് ചെയ്താണ് ക്രിയേറ്റ് ചെയ്യുന്ന റിയാലിറ്റി തന്നെയാണ്. ആ ഒരു 7 സമ്മിറ്റ്സും ഞാൻ പോയത് അതുകൊണ്ടാണ്. 7 ഭൂഖണ്ഡങ്ങളുടെ ആസ്റ്റിബിക്സ് എനിക്ക് സ്വപ്നം പോലും ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. എനിക്ക് സ്വപ്നമാണെന്ന് എനിക്ക് സംശയമാണ്. ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഇതെല്ലാം ഒരു റിയാലിറ്റി ആയിട്ട് വന്ന് പരിണമിച്ചതാണ്. അടിപൊളി. ഈ ഒരുപാട് ആൾക്കാരുടെ വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ് മൗണ്ട് എവറസ്റ്റിന്റെ സമ്മിറ്റ് കയറുക എന്നുള്ളത്. ഒരുപാട് ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു കൊടുമുടി ആയത് എങ്ങനെയാണ് മൗണ്ട് എവറസ്റ്റ്? അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി പറയാം. മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അത് ഫോൾഡ് മൗണ്ടൻ. ഒരു മൗണ്ടൻ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ പ്ലേറ്റ്സ് വന്ന് ഇടിച്ചിടിച്ചാണ് ഉണ്ടാവുന്നത്. അപ്പം ഒരു പ്ലേറ്റ് വന്ന് വേറൊരു പ്ലേറ്റ് ഇടിക്കുമ്പോൾ ഒരു പ്ലേറ്റ് ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അങ്ങനെയാണ് മൗണ്ടൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്ലേറ്റിന്റെ ഇടി, ഇന്ത്യൻ പ്ലേറ്റ് വന്ന് ഏഷ്യൻ പ്ലേറ്റിൽ ഇടിച്ചെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്ലേറ്റ് വന്നിട്ട് ഏഷ്യൻ പ്ലേറ്റിൽ ഇടിക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് പണ്ടൊരു കടലുണ്ട്, തേത്തിസ് സീ എന്നതിൻ്റെ പേര്. എവറസ്റ്റിന്റെ മുകളിൽ നമുക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശംഖും കക്കയും കടൽ ജീവികളൊക്കെ കിട്ടും എവറസ്റ്റിന്റെ മുകളിൽ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ പണ്ട് ഈ എവറസ്റ്റിന്റെ മോൾവശം ഒരു സീ ആയിരുന്നു, ഒരു കടലായിരുന്നു. അത് ഈ പറയുന്ന നമ്മുടെ ഒരു പ്ലേറ്റ് വന്നിട്ട്, ഇന്ത്യൻ പ്ലേറ്റ് വന്നിട്ട് ഏഷ്യൻ പ്ലേറ്റിൽ ഇടിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു കടലുണ്ടല്ലോ, ആ കടൽ ഇരുന്ന സ്ഥലമാണ് പൊങ്ങി 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 എവറസ്റ്റ് ആയത്. ആ ഇടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഡീറ്റെയിൽ പുറത്തു വിട്ടു. മീൻസ് ആ ഹിമാലയൻ റീജിയൻ മുഴുവൻ ഹൈ സീസ്മിക് ആക്ടിവിറ്റി ഉള്ള റീജിയൻ ആണെന്ന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഭൂകമ്പം ഉണ്ടാവും. എങ്ങനെ അവിടെ സീസ്മിക് ആക്ടിവിറ്റി വരുന്നത്? ഇതിന്റെ അടിയിൽ ഈ പ്ലേറ്റുകൾ തമ്മിൽ കൊളിഷൻ നടന്നുകൊണ്ടിരിക്കുക. ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിൽ ഇടിച്ച് പൊങ്ങിക്കൊണ്ടേ ഇരിക്കുക. ഈ എവറസ്റ്റ് എല്ലാ ദിവസവും വളർന്നുകൊണ്ടിരിക്കുക, നഖം വളരുന്നത് പോലെ. ഇപ്പൊ ഞാൻ കയറുമ്പം എവറസ്റ്റിന്റെ ഉയരത്തിൽ കയറുമല്ലോ, അടുത്ത വർഷം ഒരു മലയാളി കയറുകയാണെങ്കിൽ അയാളായിരിക്കും ഏറ്റവും ഉയരം കൂടി എവറസ്റ്റിൽ കയറിയത്. പണ്ട് ഇപ്പൊ ഞാൻ 2022 കയറിയത്, 24 കയറിയ 2 ലേഡീസ് ഉണ്ട്. അപ്പൊ അവര് ഞാൻ കയറിയ എവറസ്റ്റ് അല്ല കയറിയിരിക്കുന്നത്. ഞാൻ കയറിയതിനേക്കാളും കുറച്ച് വലിയ എവറസ്റ്റാണ് അവർ കയറിയിരിക്കുന്നത്. ഇത് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എവറസ്റ്റ്. വൺ ഓഫ് ദ യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടൻസ് ആണ് ഈ പറയുന്ന ഹിമാലയാസ്.
ഹിമാലയസിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് 5 കൊല്ലം കഴിഞ്ഞ് കയറുന്ന ഒരാൾക്ക് 5 കൊല്ലം ഒരു നഖത്തിന്റെ ഒരു വിരലിന്റെ അത്രയും കൂടെ ഉയരും. ചെറിയ ചെറിയ ഡിഫറൻസ്. അങ്ങനെ വലിയ ഇത് കാലങ്ങളും കോടിക്കണക്കിന് വർഷം കൊണ്ട് നടക്കുന്ന പ്രതിഭാസമാണല്ലോ. ഇടി നടക്കുന്നത് കൊണ്ടാണ് ഈ ഭൂകമ്പം ഉണ്ടാകുന്ന ഹിമാലയ റീജിയൻസ് മുഴുവൻ. ഞാൻ ഈ എക്സ്പെഡീഷൻ ചെയ്യുന്നതിന്റെ ഒക്കെ കാരണം വെച്ചാൽ മൗണ്ട് എവറസ്റ്റിൽ പോകാന്നുള്ളത് മാത്രമല്ല, അല്ല ഇതുപോലെയുള്ള മൗണ്ടൻ കയറുക എന്നുള്ളത് മാത്രമല്ല, ക്ലൈമറ്റ് ചേഞ്ച് അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം കൂടെയുണ്ട്. അപ്പം അതാണ് തുടക്കത്തിൽ പറഞ്ഞ മോട്ടിവേഷൻ. അത് ഒരു മോട്ടിവേഷൻ, പലതരം മോട്ടിവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ ഞാൻ ഈ കാണുന്നതൊക്കെ വളരെ ഫ്രജൈലായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് നമ്മൾ വിചാരിക്കും. ബേസിക്കലി നമ്മളുടെ സോഴ്സ് ഓഫ് ജീവന്റെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ടർ ആണല്ലോ. വാട്ടർ എവിടെ നിന്നാണ് വരുന്നത്? വാട്ടർ നമ്മൾ ഇവിടെ മഴയെന്നായിരിക്കും വരുന്നത് വിചാരിക്കും, പക്ഷേ ഈ ഹിമാലയൻ മൗണ്ടൻ റീജിയൻസ് വരുന്നത് മഞ്ഞുരുകിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹിമാലയൻ റീജിയൻസിൽ ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്തിട്ടാണ് വെള്ളം വരുന്നത്. ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ മൂവിങ് റിവർ എന്നാണ് ഗ്ലേഷ്യറിനെ നമ്മൾ പറയുന്നത്. ആ ഒരു ഗ്ലേഷ്യർ ഉരുകി വേണം വെള്ളം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്ലേഷ്യർ നിങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വെള്ളം കിട്ടാതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? മനുഷ്യരാശി തന്നെ ഇല്ലാതാവും. ഈ പറയുന്ന സിവിലൈസേഷൻസ് എല്ലാം ഉണ്ടായ നദിയുടെ തീരത്താണ്. സിന്ധു നദിയുടെ സംസ്കാരവും പേർഷ്യൻ സംസ്കാരവും മെസപ്പൊട്ടാമിയ എല്ലാം എവറിത്തിങ് നദിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുകയാണ്. നമുക്ക് ഇപ്പം ചൈന ഒരു ഭയങ്കര ഡാം ബ്രഹ്മപുത്ര നദിയിൽ പണിയാൻ പോവാം. അത് പണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രഹ്മപുത്ര നദി നോർത്ത് ഈസ്റ്റിലോട്ട് വരുമല്ലോ. ആ വരുമ്പം വെള്ളം വളരെ കുറയും, നമ്മളുടെ ഡെൽറ്റയൊക്കെ ഇല്ലാതായി പോകും. ഭയങ്കര ഡെൽറ്റ റീജിയൻ ഉണ്ട് നമുക്ക്. അൾട്ടിമേറ്റ്ലി വെള്ളം ഇല്ലെങ്കിൽ മനുഷ്യരാശി ഇല്ലാതാവും, ജീവൻ തന്നെ ഇല്ലാതാവും. ഗ്ലേഷ്യറാണ് ഈ വെള്ളത്തിൻ്റെ എല്ലാ ആധാരം. അപ്പോൾ ഗ്ലേഷ്യർ മെൽറ്റിംഗ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് മൂലം ഈ ഗ്ലേഷ്യർ മെൽറ്റിംഗ് വളരെ കൂടിക്കൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തിൽ. അതിന് നമ്മളും കുറച്ച് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മനുഷ്യൻ്റെ എന്താ പറയുക, ഈ കൂടുതലായിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ മൂലവും ഈ പുക, കാർബൺ ഡൈ ഓക്സൈഡ് മൂലവും കൂടുതലായിട്ട് ഐസ് മെൽറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മൗണ്ടനറിങ്ങിൻ്റെ ട്രെയിനിങ്ങിന് പോയത് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടൻ ഉത്തരകാശിയിലാണ്. അപ്പോൾ അവിടെ നമുക്ക് ഗ്ലേഷ്യർ ട്രെയിനിങ്ങിന് നമ്മളെ കൊണ്ടുപോകും ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ക്യാമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഗ്ലേഷ്യർ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഗ്ലേഷ്യർ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യറിൽ കയറാനും ഇറങ്ങാനും അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളെ പഠിപ്പിക്കും. റിയൽ ആയിട്ട് മഞ്ഞ് കട്ടയിൽ കയറ്റി ഇറക്കുകയും ചെയ്യും. ഇപ്പം ആ ഗ്ലേഷ്യറിൽ നമ്മൾ എത്തണമെങ്കിൽ 2 മണിക്കൂർ നടക്കണം. അതിൻ്റെ അർത്ഥം എന്താ? 2 മണിക്കൂർ ഗ്ലേഷ്യർ പുറയിലേക്ക് റിസീഡ് ചെയ്തു. അത്രയും ഗ്ലേഷ്യർ എന്നേക്കുമായി ഇല്ലാതായി. ഈ ഗ്ലേഷ്യർ ഇല്ലാതായ പിന്നെ തിരിച്ചു വരത്തില്ല. ഇതൊരു പെർമനന്റ് ഡാമേജാണ്. അങ്ങനെ അൾട്ടിമേറ്റ്ലി നമ്മുടെ കുടിവെള്ള സ്രോതസ് നശിക്കുകയും മനുഷ്യരാശി ഇല്ലാതാവുകയും ചെയ്യും. കുടിവെള്ളം ഇല്ലെങ്കിൽ അവസാനം കഴിവുള്ളവന് മാത്രം കുടിവെള്ളം കിട്ടുകയും പാവങ്ങളൊക്കെ ഓരോ അസുഖം വന്ന് മരിക്കുകയും ചെയ്യും. ആഫ്രിക്കയിലൊക്കെ അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. വെള്ളം ഇല്ലാത്തതാണല്ലോ അവസ്ഥ ഈ സഹാറ മരുഭൂമിയിലൊക്കെ. അത് നമുക്ക് വരും. അപ്പൊ അതിനെതിരെ അവയർനെസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലെ വെള്ളം ഓരോ തുള്ളി പോലും കളയാതെ നമ്മൾ പ്രിസർവ് ചെയ്യുക, അനാവശ്യമായിട്ട് എനർജി യൂസ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ ഒരു വലിയ മാറ്റം വരത്തില്ല. പക്ഷെ അത് 100 പേര്, 1000 പേര്, 10,000, 1 ലക്ഷം, 10 ലക്ഷം പേര് ചെയ്യുമ്പോൾ അതിനകത്തൊരു വലിയ മാറ്റം വരും. പക്ഷെ ഡെവലപ്മെന്റ് വരുന്നതോറും ഇൻഡസ്ട്രിയലൈസേഷനും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോയേ പറ്റും. പക്ഷെ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നവും വരുന്നു. ഇപ്പൊ അതെല്ലാം പോകുന്നെങ്കിലും പാരലായിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു എനർജി സോഴ്സ്, സസ്റ്റൈനബിൾ ലിവിങ്, സസ്റ്റൈനബിൾ ട്രാവല്, അതെല്ലാം പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ പോകുമ്പോൾ നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കാനല്ല പോകുന്നത്. ആൾക്കാർ ചോദിക്കും നിങ്ങൾ ഈ എവറസ്റ്റിൽ പോകുമ്പോൾ ഇതുവഴിയല്ലേ പോകുന്നത്, നശിക്കത്തില്ലേ? നമ്മൾ പോകുമ്പോൾ നശിക്കും. നമ്മൾ പോകുമ്പോൾ നമ്മുടെ ചൂട് കൊണ്ടും നമ്മുടെ ഒരു ടെന്റിൽ താമസിക്കുന്ന പോലും ഐസ് ഉരുകും. പക്ഷെ നമുക്ക് അവിടെ സംഭവിക്കുന്ന കാര്യം വന്ന് പറയാൻ പറ്റും ഇവരോട്, ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ ചെയ്യരുത്. നമ്മുടെ ഇമ്പാക്റ്റ് വളരെ കുറവാണ്. നമ്മൾ വളരെ എന്താ പറയുക, ഈ സസ്റ്റൈനബിൾ ആയിട്ട് തന്നെ നമ്മൾ പോകും. നമ്മുടെ വേസ്റ്റ് ഒന്നും അവിടെ ഉപേക്ഷിക്കത്തൊന്നുമില്ല. മഞ്ഞിലല്ല ഐസിലൊക്കെ നമ്മൾ ഒരു ടിൻ ഉപേക്ഷിച്ചാൽ തന്നെ ആ ഏരിയയിൽ ഐസൊക്കെ നശിച്ചു പോകും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാലേ, സൂര്യപ്രകാശം വന്നിട്ട് ഐസിലേക്ക് അടിക്കുമല്ലോ, എന്നിട്ട് സൂര്യപ്രകാശം പ്രതിഫലിക്കും. സൂര്യപ്രകാശം വന്ന് ടിന്നിലേക്ക് അടിക്കും. ഈ ഐസിനെ നിനക്ക് ഒരു ടിൻ ഇട്ടേക്കുവാന്ന് വെച്ചു. അപ്പൊ ആ ടിന്നിൽ സൂര്യപ്രകാശം വന്ന് അടിക്കുമ്പോൾ ആ ടിൻ കൂടുതലായിട്ട് ചൂടാവും. ആ ടിന്നിന് ചുറ്റുമുള്ള ഐസെല്ലാം ഉരുകിപ്പോവും. ഒരു സ്ഥലത്ത് ഐസ് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഐസ് ഇല്ലെങ്കിൽ അതിന്റെ അടിയിലത്തെ ഭൂമി വീണ്ടും ചൂടാവും. അതങ്ങനെ ആ ഐസ് ഷീറ്റ് മുഴുവൻ ഇല്ലാതാക്കും. ഇതൊക്കെ ആൾക്കാരിലേക്ക് കണ്ട് എത്തിച്ച് പറയുക, ബോധവൽക്കരണം നടത്തുക എന്നൊക്കെയുള്ള ലക്ഷ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ എക്സ്പെഡീഷൻസ് ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ അതെല്ലാം ഞാൻ രേഖപ്പെടുത്താറുണ്ട്. പിന്നെ എനിക്കൊരു PhD ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ. നെതർലാൻഡിലുള്ള യൂണിവേഴ്സിറ്റി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളി. നമ്മൾ പുറമെ കാണുന്ന യാത്രകൾക്ക് അപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്യണം. ഓക്കെ,
ഇപ്പോൾ ഭയങ്കര ഗ്ലാമറസ് ആണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ ചേട്ടൻ്റെ പേജ് കണ്ടപ്പോൾ അയ്യോ എന്ത് അടിപൊളിയാണ്, നമ്മളിങ്ങനെ വീട്ടിനകത്ത് ഇരിക്കുന്നു, ഇതൊക്കെ ചെയ്യണം, ഇങ്ങനൊരു ഏർജ് വരും. പക്ഷെ എന്നാൽ ഇതിൻ്റെ ഇത്രത്തോളം ബാക്കിലുള്ള പ്രശ്നങ്ങളും എന്തൊക്കെ നമ്മൾ ചെയ്യണം, തയ്യാറെടുപ്പുകളും ഇതൊന്നും ചിന്തിക്കാതെ എടുത്ത് ചാടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് എന്ത് കാര്യമാണെങ്കിലും മൗണ്ടനറിങ് ആണെങ്കിലും എന്താണെങ്കിലും വെൽ പ്ലാൻഡ് ആയിട്ടേ പോകാവൂ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പ്ലാൻ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷെ നമ്മളൊരു സേഫ്റ്റി പ്രിക്കോഷൻ ഇല്ലാതെ ഒരു കാര്യത്തിനും എടുത്തു ചാടിപ്പോകരുത്. പല ആൾക്കാരും എവറസ്റ്റ് ബേസ് ക്യാമ്പ് അല്ല അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയി ഒരുപാട് മലയാളികൾ മരിച്ചിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് തന്നെ ഒരു മലയാളി മരിച്ചിട്ട് കാഠ്മണ്ഡുവിലൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തായിരുന്നു. അപ്പം അവർ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ബേസിക്കലി നമ്മൾ യാത്ര ചെയ്യാത്തതിൻ്റെ പ്രധാന പ്രശ്നം, കുട്ടികൾ യാത്ര ചെയ്യാത്തതിൻ്റെ പ്രശ്നം അവരുടെ പൈസ ഇല്ല, അവർക്ക് ഇപ്പോൾ ഏണിങ്സ് ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി ഏൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കും. വിദേശ രാജ്യങ്ങളിൽ 10 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് അവർ ഏൺ ചെയ്യാൻ തുടങ്ങും. അവരുടെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി അവരുടെ ടൈമോ കൊടുത്തിട്ട് അവർ ഏൺ ചെയ്യും. എന്നിട്ട് അതുകൊണ്ട് അവർ യാത്ര ചെയ്യുന്നത്, അവർക്ക് മണിയുണ്ട്. അതുകൊണ്ടാണ് 18-ാം വയസ്സ് 20-ാമത്തെ വയസ്സിൽ ഇസ്രായേലിലും അമേരിക്കക്കാരും ഇന്ത്യയിൽ വന്നിട്ട് മാസങ്ങളോളം എൻജോയ് ചെയ്തിട്ട് പോകുന്നത്. നമ്മുടെ കുട്ടികൾക്ക് 25-ാമത്തെ വയസ്സായാലും ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ സംവിധാനം ഓൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നില്ല. നമ്മൾ കുട്ടികളെ കുട്ടികളായിട്ട് തന്നെ കാണുന്നത്. അവരെ ഒരു ഗ്രോണപ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അമേരിക്കയിലെ 15 ഇയർ മുതൽ ഗ്രോണപ്പാണ്. വീട്ടിൽ ചിലപ്പോൾ താമസിക്കത്തില്ല, സ്വന്തമായിട്ട് വീടെടുത്ത് താമസിക്കുന്നുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആവും. അപ്പം പൈസ ഇല്ല. അപ്പോൾ ഇവർക്ക് ആഗ്രഹമുണ്ട്, ഈ റീലും ഇതെല്ലാം കണ്ടിട്ട് ഇവർക്ക് അതേ ആഗ്രഹമുണ്ട്, പക്ഷെ പൈസ ഇല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവും. ആ റിസ്ക് എടുക്കുമ്പോൾ ഇവർക്ക് പൈസ കുറച്ചൊക്കെ പോവാം, പക്ഷേ അവർ സേഫ്റ്റി അങ്ങ് ഫുള്ളായിട്ട് അവഗണിക്കും. കാരണം അതിനുള്ള ഇൻഷുറൻസ് എടുക്കാനോ ഒരാളോട് ചോദിക്കാനോ ഒരു പ്ലാൻ ബി വെക്കാനോ അവർക്ക് പറ്റത്തില്ല. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളതാണ് കൂടുതലും മരിക്കുന്നത്. പിന്നെ ഹൈ പെയ്ഡ് ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിലൊക്കെ മരിക്കാറുണ്ട്. അതല്ലാതെ സാധാരണ ആൾക്കാർക്ക് പറ്റുന്ന ഇതാണ്. നമ്മൾ കാശിൻ്റെ ആ ഒരു പ്രശ്നം വരുമ്പം നമ്മൾ സേഫ്റ്റിയിൽ ആ ഒരു ഇത് വരുത്തും. അപ്പോൾ അത് വരുത്താതിരിക്കുക. വലിയ പൈസ ഒന്നും ഇല്ലെങ്കിലും ഇപ്പം എന്നോട് ഒരുപാട് പേര് സജഷൻസ് ചോദിക്കാറുണ്ട് ഇതുപോലെ യാത്ര. ഞാൻ കൃത്യമായ കോൺടാക്ട്സ് കൊടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഇയാളെ വിളിക്കണം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പൈസ അല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്, നമുക്കൊരു കോൺടാക്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് അല്ലേ. അങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അറിയുന്നവരോട് ചോദിച്ചിട്ട്, മൗണ്ടൻസ് ആണെങ്കിൽ എന്നോട് ചോദിക്കാം, വേറൊരു സാധനമാണെങ്കിൽ വേറൊരാളോട് ചോദിക്കാം, കടലിൽ പോകണമെങ്കിൽ വേറൊരാളോട് ചോദിക്കാം. പക്ഷെ ചോദിക്കണം. ചോദിച്ചിട്ട് നമ്മൾ അത് കൃത്യമായ രീതിയിൽ പറ്റുന്ന രീതിയിൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഒരു പ്രിപ്പയർഡ് ആയിട്ടേ പോകാം. വിദേശത്തുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അവർ അപകടത്തിൽ നിന്ന് ചാടാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പയർഡാണ്. എല്ലാത്തിനും അവർക്കൊരു സൊല്യൂഷൻ ഉണ്ട്. ചില സമയത്ത് അവർ നിർത്തും, ഐ എം നോട്ട് ഗോയിങ് ടു പ്രൊസീഡ് ഫർദർ എന്ന് പറയും. കാരണം അവരത് അവരുടെ ലൈൻ അവിടെ വരയ്ക്കും. നമ്മളങ്ങനെ ലൈൻ വരയ്ക്കണം. എനിക്ക് ഇൻ്റർവ്യൂ വളരെ റിയലിസ്റ്റിക് ആയിട്ടൊരു സെഷനായിട്ട് പോയി. ആക്ച്വലി ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ തുടങ്ങുമ്പോൾ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പുള്ളിയുടെ ലൈഫിൽ അടിപൊളിയാണ്, ഇതൊക്കെ ഞാൻ ഇന്നലെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അതിനപ്പുറം യഥാർത്ഥത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം, അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇവരെന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഇതിൻ്റെ ഒരു മറുവശം എനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂയിലൂടെ കാണാൻ പറ്റി. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇനിയും അടിപൊളിയായിട്ട് ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മോട്ടിവേഷനോട് കൂടി ട്രാവൽ ചെയ്യുക. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചസിനെ പറ്റി ആൾക്കാരോട് അറിയിക്കുന്നതായാലും മറ്റു കാര്യങ്ങളായാലും അങ്ങനെ ഒരു മുന്നിൽ മറ്റാർക്കെങ്കിലുമൊക്കെ ഒരു പ്രയോജനം കൂടി ഇതിലൂടെ വരുന്നെങ്കിൽ ഐ തിങ്ക് യാത്ര ഈസ് ബിയോണ്ട് ആ പാഷനോ അപ്പുറം മറ്റെന്തോ ആണെന്ന്. താങ്ക് യു സോ മച്ച്.